സിസ്റ്റം മുഴുവൻ മാറിയിരിക്കുകയാണ് അല്ലേ? കാരണം 4 ഇയർ യു ജി പ്രോഗ്രാമാണ്. എന്താണ് ഈ 4 ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. സോ ഇന്ന് ഉയരയിലൂടെ നമ്മൾ 4 ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ജെയിംസ് വി ജോർജ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഫ്രം സേക്രഡ് ഹാർട്ട് കോളേജ്, തേവര, ആൻഡ് ഓൾസോ ഇഗ്നേഷ്യസ് എബ്രഹാം, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി ഫ്രം സേക്രഡ് ഹാർട്ട് കോളേജ്. ആൻഡ് ഇഗ്നേഷ്യസ് സാറ് SH കോളേജിലെ 4 ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറാണ്. ആൻഡ് രണ്ടുപേർക്കും സ്വാഗതം. 4th ഇയറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടു. ഇപ്പോൾ നമുക്ക് അറിയാം 133 ക്രെഡിറ്റ് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ക്വിറ്റ് ചെയ്യാം. പിന്നെ 177 അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്രെഡിറ്റ്സ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഈ ഒരു 4th ഇയറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ എന്താണ് ഈ ഒരു 4th ഇയറിനുള്ള നമ്മുടെ ഒരു 4 ഇയർ യു ജി പ്രോഗ്രാമിനുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? നാലാമത്തെ വർഷത്തെ നമ്മളുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളായിരിക്കും. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നമ്മൾ ഈ 3 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് തന്നെ തീരും. ഇനി ബാക്കി നാലാമത്തെ വർഷം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഏത് ഡിസിപ്ലിനിലാണല്ലോ നമ്മൾ മേജർ എടുത്തിരിക്കുന്നത് അതിലായിരിക്കും കൂടുതൽ കോഴ്സുകളുള്ളത്. ഫിസിക്സ് ആണെങ്കിൽ, കെമിസ്ട്രി ആണെങ്കിൽ, ബോട്ടണി ആണെങ്കിൽ, ഇക്കണോമിക്സ് ആണെങ്കിൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ, കൊമേഴ്സ് ആണെങ്കിൽ അതിൽ കൂടുതൽ. അതിൽ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളും ഉണ്ടാകും, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സും ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇൻഡെപ്ത് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ വളരെ ഡെപ്തിലേക്ക് പോകാനുള്ള ഒരവസരമാണ് 4th ഇയറിലുള്ളത്. അതിൽ തന്നെ 8ാമത്തെ സെമസ്റ്ററിലാണ് നേരത്തെ സൂചിപ്പിച്ച ഈ പ്രോജക്റ്റ് വരുന്നത്, റിസർച്ച് പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് 12 ക്രെഡിറ്റിൻ്റെ പ്രോജക്റ്റ് കുട്ടി എടുത്തു കഴിഞ്ഞാൽ 8ാമത്തെ സെമസ്റ്ററിൽ 12 ക്രെഡിറ്റിൻ്റെ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് കിട്ടും. അപ്പോൾ ആ റിസർച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്റ്റ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ആ ഒരു കോഴ്സ് ആരൊക്കെ ഓഫർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ നിലവിൽ PhD 2 PhD ഉള്ള അധ്യാപകരോ റിസർച്ച് സെൻറ്ററോ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇത് ഓഫർ ചെയ്യാവുന്നതാണ് നമ്മുടെ റെഗുലേഷൻ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തതയും കൂടുതൽ അതിനെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളും വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 4th ഇയറിലാണ് കുട്ടി ഓണേഴ്സാണോ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണോ എന്നുള്ള ആ ഒരു 2 രീതിയിലേക്ക് തീരുമാനിക്കപ്പെടുന്നത് 4th ഇയറിലാണ്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച കുട്ടിക്ക് ഡെപ്തായിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്തായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ 4th ഇയറിലുള്ളത്. അതുപോലെ തന്നെ ഒരു സാധ്യത കൂടി ഉള്ളത് 7ാമത്തെ സെമസ്റ്ററിലെ 3 കോഴ്സുകൾ കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടിയുടെ മൈനർ പാത്വേയിൽ ഓൾറെഡി നമുക്കൊരു മൈനർ ഡിസിപ്ലിൻ ഉണ്ടാവുമല്ലോ. ആ മൈനർ ഡിസിപ്ലിനിൽ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ 7th സെമസ്റ്ററിലെ 3 കോഴ്സുകൾ മൈനർ പാത്വേയിലെ കോഴ്സുകൾ എടുക്കാനുള്ള അവസരം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ മേജറിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു മൈനറിലും നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി ഈ കുട്ടിക്ക് 4th ഇയറിലുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കേട്ടായിരുന്നു 4 ഇയർ യു ജി പ്രോഗ്രാമിൽ ലൈക്ക് ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ നെറ്റ് PhD അവൈലബിൾ ആക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. സോ അപ്പം ഇതിന് ശേഷം നമുക്കൊരു PG 1 ഇയർ ആണെന്നും പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ്? തീർച്ചയായിട്ടും ഈ എന്തുകൊണ്ട് 4ാം വർഷം കുട്ടി പഠിക്കണം? ഇപ്പോൾ ഒരു കുട്ടിയെ ഈ ഒരു പ്രോഗ്രാമിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് 4 വർഷത്തേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യമുണ്ട്, 3 വർഷം ഡിഗ്രി കിട്ടുക എന്തുകൊണ്ട് 4ാം വർഷം പഠിക്കണം? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കുള്ള അഡ്വാൻറ്റേജ്, ആ കുട്ടിക്ക് ഒരു ഹയർ ഡിഗ്രി റിസർച്ച് ഡിഗ്രി ടീച്ചിങ്ങിലേക്ക് പോകുന്ന കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് നേരെ 4 വർഷത്തെ ഡിഗ്രി മതി. ആ കുട്ടിക്ക് UGC CSRൻ്റെ നെറ്റ് എക്സാമിനേഷൻ, നാഷണൽ എലിജിബിലിറ്റി എക്സാമിനേഷൻസ് എഴുതാൻ വേണ്ടി. അതുപോലെ തന്നെ 4 വർഷത്തെ ഡിഗ്രി കഴിയുന്ന കുട്ടിക്ക് ഡയറക്റ്റായിട്ട് PhD റിസർച്ചിന് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ആ 2 സാധ്യതകൾ കുട്ടിയെ ഒന്ന് കുറച്ചും കൂടി ലിവറേജ് ആക്കുകയാണ്. 4 വർഷം കൊണ്ട് PhDയിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5ാമത്തെ വർഷം കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. നെറ്റ് എഴുതാൻ പറ്റുന്നത് അല്ലെങ്കിൽ CSR എഴുതാൻ പറ്റുന്നത് 5 വർഷം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ 4 വർഷം കഴിയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് എക്സാമിനേഷൻ അപ്പയർ ചെയ്യാം, റിസർച്ചിലേക്കും പോകാൻ പറ്റുന്നുണ്ട്. ഇനി ആ കുട്ടിക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിനെ തുടർന്ന് 4 വർഷം പഠിച്ച ആളുകൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ 1 വർഷമുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞാൽ ആ ആൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു രീതി, അങ്ങനെയാണ് പോകുന്നത് നിലവിൽ. അപ്പോൾ കാലാന്തരത്തിൽ ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടാവും, 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ ഇതിനൊരു ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളൊരു വലിയൊരു ആശയം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്,
രാജ്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഡിഗ്രി 4 വർഷമാണ്. പുറത്ത് പോകുന്നതൊക്കെ ഒത്തിരി നമ്മൾ പറയാം 4 വർഷമുണ്ട്. അവിടെ 4 വർഷത്തിൽ 1 വർഷം കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. 2 വർഷം ഡിപ്ലോമ കിട്ടും, 3 വർഷം, 4-ാമത്തെ വർഷം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു കുട്ടി നാളെ ഒരു വിദേശ സർവകലാശാലയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു QS റാങ്കിങ്ങിലൊക്കെ ഒരു ടോപ്പ് 20 വന്ന ഏതെങ്കിലും ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് PGക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്യാപ്പുകൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ 1 ഇയർ PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ഇയർ PG പല യൂണിവേഴ്സിറ്റികൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ 2 ഇയർ PG ഇല്ല, 1 ഇയർ PG ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ക്രെഡിറ്റ് ഏൺ ചെയ്ത കോഴ്സുകൾ നമ്മളിവിടെ ചെയ്തിട്ടാണ് അവിടെ ചെന്ന് ചെയ്തിട്ടാണ് PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ജോയിൻ ചെയ്യാൻ പറ്റും അവിടെ ചെന്ന് ചെയ്തിട്ട് PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഈസി ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ 4 വർഷത്തെ ഡിഗ്രി പ്ലസ് അവർ പറയുന്ന IELTSൻ്റെ സ്കോറ്, അതുപോലെ ടോഫലിൻ്റെ സ്കോറ്, അതുപോലെ GRE എക്സാമിനേഷൻ ഗ്ലോബൽ ലെവലിൽ എഴുതണം അതിൻ്റെ സ്കോറും പ്ലസ് ഇവിടുത്തെ 4 ഇയർ ഡിഗ്രിയുടെ ഒരു 70% മാർക്കും ഉണ്ടെങ്കിൽ ഇത്തരം വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ 1 ഇയർ മെജോറിറ്റി 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ വരുന്നത് അവിടെയൊക്കെ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പറ്റുന്നു എന്നൊരു ആഡ് അഡ്വാൻറ്റേജ് ഇതിൻ്റെ കൂടെയുണ്ട്. 4 ഇയർ UG പ്രോഗ്രാമിനുണ്ട്. വലിയ തുക മുടക്കി കാശൊക്കെ മുടക്കി കുട്ടികൾ അവിടെ പോയിട്ട് അഡീഷണൽ ക്രെഡിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാകുവാണ്. ഈ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 177 ക്രെഡിറ്റ് കിട്ടുവാണ് നമ്മുടെ നാട്ടിൽ തന്നെ. അത് വേണമെങ്കിൽ 240 വരെ എത്തിക്കാം. അത് എത്തിച്ചിട്ട് കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് നമ്മൾ ഏൺ ചെയ്യുന്നു അത് അത്രയും നമുക്ക് അവിടെ റിഡീം ചെയ്യാൻ നേരത്തെ അവിടെ നമുക്കറിയാം PR ഉൾപ്പെടെ കിട്ടാൻ 400 ക്രെഡിറ്റ് വേണം, 300, 500 എന്നൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ 244 ഇയർ മാക്സിമം ഏൺ ചെയ്ത് പോകുന്ന ഒരു കുട്ടി അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെയും ക്രെഡിറ്റ് ഏൺ ചെയ്ത് പാർട്ട് ടൈം ജോബിനൊക്കെ അവിടെ ക്രെഡിറ്റ് കിട്ടും. അതെല്ലാം കൂടെ ഏൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് 5 വർഷത്തിനുള്ളിൽ വളരെ ക്വിക്കായിട്ട് ഈ റിക്വയർഡ് ക്രെഡിറ്റ് ഏൺ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു കരിയർ അഡ്വാൻസ്മെൻറ്റിനൊക്കെ ഒരു സാധ്യത വരികയാണ്. ഒരു ഗ്ലോബൽ സിറ്റിസണായിട്ട് കേരളത്തിലെ മുഴുവൻ ഡിഗ്രി പിള്ളേരെയും മാറ്റാനുള്ള ഒരു വളരെ കൃത്യമായ ഒരു മുന്നൊരുക്കമാണ് നമ്മളിപ്പോൾ 4 ഇയർ UG പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം തന്നെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ എബ്രോഡ് നമ്മളിപ്പം പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടി അവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ഈ കോമ്പിനേഷൻസുമായിട്ട് മിസ്മാച്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? അത് എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്സ്? അതായത് നമ്മുടെ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഡിസിപ്ലിൻ്റെ ഒരു സ്പെസിഫിക് അതിൻ്റെ ഒരു നോമൻക്ലേച്ചറിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് സയൻസിലൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ നോമൻക്ലേച്ചറിലൊക്കെ വ്യത്യാസം സബ്ജക്റ്റിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ഇലക്റ്റീവ്സിൻ്റെ ഒരു ടൈപ്പോളജിയിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ റാങ്കിങ് QS റാങ്കിങ്ങിലൊക്കെ വന്ന ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി പോകാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ അതാത് യൂണിവേഴ്സിറ്റീസിൻ്റെ ഓക്സ്ഫോർഡിൻ്റെയോ സ്റ്റാൻഫോർഡിൻ്റെയോ ചിക്കാഗോ ബൂത്ത് സ്കൂളിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് അതാത് സ്കൂളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം PG അഡ്മിഷന് വേണ്ടി വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഈയിടെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ടോഫിൽ 10 വേണം, IELTSന് 7 വേണം, 75% മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടാവണം, GRE സ്കോർ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് അഡ്മിഷൻ നടക്കുന്നത്. മനസ്സിലാക്കേണ്ടത് പല ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിലും ഫീസ് പോലും ഇല്ല. ഇപ്പോൾ MIT പോയ ഫീസില്ല. അപ്പോൾ അവരുടെ മെറിറ്റോറിയസ് ആയിട്ട് അവരുടെ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കുട്ടികൾ ഇപ്പോഴേ തന്നെ കൃത്യമായിട്ട് ഇത് നമുക്ക് സെർച്ച് ചെയ്ത് അങ്ങനെ വളരെ ലക്ഷ്യബോധത്തോടെ പോകാനുള്ളൊരു വലിയ അവസരം കൂടിയാണിത്. കുട്ടികളെ കുറച്ചും കൂടി ഒന്ന് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ അവിടുത്തെ കോഴ്സസ് എന്താ നോക്കുക, എലിജിബിലിറ്റി ഇതുപോലെ കോഴ്സ് ലിസ്റ്റ് അവിടെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എലമെൻ്ററി കോഴ്സസ്, ഫൗണ്ടേഷൻ, അഡ്വാൻസ് ലെവൽ കോഴ്സസ് ഇവിടെ മൈനറിലൂടെയും MDCയിലൂടെയും ഇലക്റ്റീവ്സിലൂടെയും കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് റിസർച്ച് പ്രൊജക്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ PG എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ +2 ആകുമ്പോൾ അല്ലെങ്കിൽ +1 ആകുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പാത്ത് വേ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലെങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് വേയിലൂടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഹയർ എഡ്യൂക്കേഷന് മാത്രമല്ല നമുക്ക് ഈ ജോബിന് വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലെ കുട്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നിലവിൽ പഠിക്കുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സാണ്. പക്ഷെ അങ്ങനെ ഒരു കുട്ടി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ ഏതെങ്കിലും ഒരു പൈത്തൺ കോഴ്സുകൾ അങ്ങനെ കോഴ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫോർമാറ്റിക്സ് ആ മേഖലയിലേക്ക് ജോലി സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെമിസ്ട്രി മേജറിലേക്ക് വരുന്നൊരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒരു മൈനറായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലെ എലക്റ്റീവ് കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ നേരത്തെയുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് ഡിഗ്രി പാസ്സാകുമ്പോഴേ തന്നെ അവൻ എംപ്ലോയബിൾ ആവുകയാണ് ആ മേഖലയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് കുട്ടി ഇപ്പോൾ ജോലിക്കാണോ ശ്രമിക്കുന്നത്, ഇപ്പം 4 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കുമെന്നുള്ള വ്യക്തമായ പ്ലാനുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് പോകണമെന്ന് പ്ലാനുള്ള ആൾക്ക് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കോഴ്സ് ബാസ്ക്കറ്റ് ഉണ്ട്. കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ എടുക്കുവാനും അതുവഴി ഈ ഹയർ എഡ്യൂക്കേഷനും
ജോബിനും ഉള്ള അവനെ പ്രിപ്പയർ ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ FIUGP-ലുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ സയൻസ് വിഷയങ്ങളാണെങ്കിൽ പോലും കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള സോഷ്യോളജി ഉൾപ്പെടെയുള്ള ഏത് സോഷ്യൽ സയൻസ് മേഖലയിലാണെങ്കിലും ഇത് ഡേറ്റ വളരെ പ്രധാനപ്പെട്ട ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. അപ്പോൾ ഡേറ്റ അനാലിസിസ് നടത്താനുള്ള മെത്തേഡ്സ്, കോടിക്കണക്കിന് ഡേറ്റ ഒരേ സമയം തന്നെ അനാലിസിസ് നടത്താനുള്ള സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ സയൻസുകളെ മാക്സിമം ടെക്നോളജിയുമായിട്ടും സോഫ്റ്റ്വെയറുമായിട്ടും കമ്പ്യൂട്ടറുമായിട്ടും ലിങ്ക് ചെയ്യപ്പെടുന്ന മൾട്ടി ഡിസിപ്ലിനറിയും ഇൻ്റർ ഡിസിപ്ലിനറിയും കോഴ്സസ് സെലക്റ്റീവ് ആണെങ്കിൽ ആ കുട്ടിയുടെ എംപ്ലോയബിലിറ്റി സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ആ ഒരു പ്രോപ്പർ ബ്ലെൻഡ്, കുട്ടിയുടെ ഉദ്ദേശം എന്താണോ, എവിടെ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യാനും എത്ര രൂപ ശമ്പളം വേണമെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും കുട്ടിക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ള കോഴ്സുകൾ സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ആ ഒരു പ്രോപ്പർ ബ്ലെൻഡിന് തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോലെ ഫാക്കൽറ്റി അഡ്വൈസർമാരും SFAമാരും ടീച്ചേഴ്സും ഓൾ ടുഗദർ അവരെ സഹായിക്കും, കൂടെയുണ്ട്. അപ്പോൾ നമ്മളിപ്പം പല കോമ്പിനേഷൻസ് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇപ്പം +2 ഞാനിപ്പം ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ എടുത്തത്. അപ്പം എനിക്ക് ഡിഗ്രിയിൽ അപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള മെയിൻ കോഴ്സസ് ഞാൻ എടുക്കണം. അപ്പം എനിക്ക് മൈനർ വരുമ്പോൾ എനിക്ക് സയൻസ് കോഴ്സസ് എടുക്കാനായിട്ട് പറ്റുമോ? അപ്പം അങ്ങനെ ഒരു എനിക്കിപ്പം സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ഇപ്പം ഫുഡ് സയൻസ് പഠിക്കണം അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ എനിക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻസിൻ്റെ ആ ഒരു സ്കീമിലേക്ക് വീണ്ടും വരുമ്പോൾ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല, അതിനകത്ത് സീറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൈനറിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന രീതിയെ പറ്റിയുള്ളൊരു മാനദണ്ഡം നിലവിൽ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും മൈനറിലേക്കുള്ള സെലക്ഷൻ ഉണ്ടാവുക. കുട്ടിക്ക് ആഗ്രഹമുള്ള കോഴ്സ് എടുക്കാനുള്ള പൂർണ്ണ നിലവിലുള്ള മാർഗ്ഗരേഖകളെല്ലാം പറയുന്നത് കുട്ടിക്ക് നല്ല സ്വാതന്ത്ര്യം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച് +2 പഠിച്ച കുട്ടി BA സോഷ്യോളജിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. ആ കോളേജിൻ്റെ വെളിയിൽ പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നില്ല, ആ കോളേജിൽ തന്നെ ഒരു ഫുഡ് സയൻസിൻ്റെ കോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മൈനർ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് ഒരു സയൻസ് ഡിഗ്രി ആ ക്ലാസ്സിൽ മാക്സിമം നമ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് അവിടെ ആ കുട്ടി ആഗ്രഹിക്കുന്ന സയൻസ് പ്രോഗ്രാമിന് കുട്ടിക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു മാനദണ്ഡമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഫർദർ മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കോഴ്സ് ഞാൻ ചൂസ് ചെയ്തു, പക്ഷേ പിന്നീട് എനിക്ക് തോന്നുവാണ് ഓക്കെ ഞാൻ ഉദ്ദേശിച്ചൊരു ഗോളിൽ ഇതെത്തുന്നില്ല, പണി പാളി എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ അടിക്കുവാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടോ? കാരണം എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ആണല്ലോ ഇതിൽ പോകുന്നത്, ഇത്രയും വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്, സമയം എത്രയും പോയിക്കൊണ്ടിരിക്കുക. അപ്പം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുണ്ട്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി എന്തെങ്കിലും ഈ ഒരു 4 year UG പ്രോഗ്രാമിലുണ്ടോ? ഒന്നാമത്തെ കാര്യം കയ്യിൽ നിന്ന് പോകുന്നു പ്രതീക്ഷിക്കേണ്ട, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ കോളേജിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫാക്കൽറ്റി അഡ്വൈസർ, സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ, നോഡൽ ഓഫീസർ എന്നിങ്ങനെയുള്ള ആ ഒരു സംവിധാനം കോളേജിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവർ ഹെൽപ്പ് ചെയ്യും. അതിനനുസരിച്ച് കുട്ടിക്ക് കോഴ്സുകൾ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ പാത്വേയിൽ ഒരു കോളേജ് ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ഒരു ഓണേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രൊപ്പോസ്ഡ് പാത്വേ ഉണ്ടായിരിക്കും. ആ പാത്വേക്ക് അനുസരിച്ച് ഓരോ സെമസ്റ്ററിലും ഇന്ന കോഴ്സുകൾ എന്നുള്ള രീതിയിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കുട്ടിയുടെ താല്പര്യമാണ് ആ കോഴ്സ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ ഒരു കോഴ്സിന് പകരം A എന്ന് പറയുന്ന കോഴ്സിന് പകരം B എടുക്കാൻ ഇപ്പോൾ പാത്വേയിലില്ലാത്ത പ്രൊപ്പോസ്ഡ് പാത്വേയിലില്ലാത്ത ഒരു കോഴ്സ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ആ കോഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന കോഴ്സിന് പകരം വേറൊരു കോഴ്സ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിനൊരു ബുദ്ധിമുട്ടില്ല. ഒരു കാര്യമുള്ളൂ, അതിന് ഇപ്പോൾ മൈനർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ മിനിമം 3 കോഴ്സ് 12 ക്രെഡിറ്റിൻ്റെ എടുത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരു 2 എണ്ണം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പർട്ടിക്കുലർ വിഷയം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത്, നമുക്ക് വേണ്ട, അതവിടെ എടുത്തിട്ട് നമുക്ക് വേറൊരു ഡിസിപ്ലിനിലെ അതേ ലെവലിലുള്ള കോഴ്സുകൾ നമുക്ക് പിന്നെ എടുക്കാം. എക്സ്ട്രാ ടൈമിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെഡിറ്റ് നമ്മൾ ഏൺ ചെയ്യണം അതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എടുത്ത ക്രെഡിറ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ പുതിയ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ പ്രൊപ്പോസ്ഡ് പ്രോഗ്രാം പാത്വേക്ക് പുറത്തുനിന്നുള്ള സ്ട്രക്ചറിന് പുറത്തുനിന്നുള്ള കോഴ്സുകൾ നമ്മൾ എക്സ്ട്രാ ടൈമിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ മൈനർ ഡിസിപ്ലിൻ കിട്ടും. ഓക്കെ, ഇപ്പം സാർ പറഞ്ഞു നമുക്ക് മാറാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു മാറ്റത്തിനുള്ള ഒരു ടൈം ലൈക്ക് എപ്പോഴായിരിക്കും? ഒരു സെമസ്റ്ററിൽ വരുമ്പോഴായിരിക്കുമോ അതോ ഒരു ഇയർ എത്തുമ്പോഴായിരിക്കും? നിലവിലത്തെ റെഗുലേഷൻ പ്രകാരം മേജർ സ്വിച്ചിങ് സെക്കൻഡ് ഇയറിൽ മാത്രമേ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ മേജർ സ്വിച്ചിങ് പറ്റുള്ളൂ. മൈനറിൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് സെമസ്റ്റർ തന്നെയായിരിക്കും. അതെല്ലാം സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇപ്പം
ഇപ്പോൾ പണി പാളാൻ ഒരു സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ മാക്സിമം പണി പാളാനുള്ള അവസരങ്ങൾ ഒഴിവാക്കിയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇത് കുട്ടിക്ക് നേരത്തെ തന്നെ കോഴ്സ് അതുകൊണ്ടാണ് ഒരു സിലബസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, പബ്ലിഷ് ചെയ്ത പല സിലബസുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സിലബസോ അതിൻ്റെ ഇവാലുവേഷൻ, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കമ്പോണൻ്റ് എങ്ങനെ, എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ വെരി സ്പെസിഫിക്കലി ഒരു കോഴ്സ് എടുക്കുന്നതിന് ഇത്തരത്തിൽ കുട്ടിക്ക് സെലക്ഷൻ ഓപ്ഷനുള്ള എല്ലാ സെമസ്റ്ററിന് മുമ്പും എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റീസും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്നോടെ റിഫൈൻ ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്കുണ്ടാവുന്ന ഒരു പ്രോബബിൾ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്കൊരു മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഒരു കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ലൈഫ് കംപ്ലീറ്റ് ആവുന്ന ടീച്ചർ, പേരൻറ്റ്, കുട്ടി, ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. സോ ഇപ്പം കുട്ടികൾക്കും ഓഫ്കോഴ്സ് ടെൻഷനാണ്, ടീച്ചേഴ്സിനും ടെൻഷനുണ്ട്, അതുപോലെ തന്നെ പേരൻസിനും ടെൻഷനാണ്. എന്താണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്, അങ്ങനെ ഒരു ടെൻഷനുണ്ട്. അപ്പം മാതാപിതാക്കൾ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്, എന്തുമാത്രം ഹെൽപ്പ് ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റും, അവരെന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? തീർച്ചയായിട്ടും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത്, ഇപ്പം ഇത്ര നാളൊക്കെ ഒരു പക്ഷേ ഒരു സിസ്റ്റം എല്ലാവർക്കും അറിയുന്ന സിസ്റ്റം ആയതുകൊണ്ട് മാർക്കൊക്കെ അറിയുമ്പോൾ, റിസൾട്ട് അറിയുമ്പോഴാണ് കാരണന്മാരെ വിളിച്ചു വരുത്തുക. തീരെ കുറഞ്ഞ ആൾക്കാരെ പ്രത്യേകം വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് സംവിധാനം പോകുന്നത്. പക്ഷേ മാതാപിതാക്കൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോളേജസുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ്സും അധ്യാപകരുമായിട്ടൊരു ബന്ധം പുലർത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ നിലവിലുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയാൻ ഒരു പ്രാഥമിക ഘട്ടത്തിലെങ്കിലും ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ മാതാപിതാക്കൾ ആദ്യം അറിയേണ്ടത് കുട്ടി എന്താണ്, കുട്ടിയുടെ ഏത് വിഷയമാണ് കുട്ടി പഠിക്കാൻ ആഗ്രഹം പറയുന്നത്, എന്ത് ജോലി ചെയ്യാനാണ് കുട്ടി ആഗ്രഹം പറയുന്നത്, കുട്ടി എവിടെ പഠിക്കാൻ ആഗ്രഹം പറയുന്നത്, അവരുടെ ഒരു പറഞ്ഞതുപോലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെ മാതാപിതാക്കൾ കൃത്യമായിട്ട് അറിയുകയും ഈ അറിയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സംശയ നിവാരണാർത്ഥം അവരുടെ തന്നെ കൂടെ പോയോ അല്ലെങ്കിൽ അല്ലാതെയോ കോളേജിൽ അധ്യാപകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഉപദേശം തേടണം. നിലവിൽ അതിനുള്ള മാർഗ്ഗം അതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ 10-75 പേജുള്ള നിയമാവലിയൊക്കെയാണ് കേരള സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വന്നിരിക്കുന്നത്, അതായത് യൂണിവേഴ്സിറ്റീസ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഏറ്റവും ആദ്യം ഇപ്പം ഇതുവരെ കുറേ അധികം സമഗ്രമായിട്ട് പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കോളേജ് അധ്യാപകർ തന്നെയാണ് നിലവിൽ. അപ്പോൾ അതൊരു പൊതുബോധത്തിലേക്ക് മാറി വരുന്ന കാലം വരെയെങ്കിലും കുട്ടിയുടെ ആഗ്രഹങ്ങളനുസരിച്ച് വരുന്ന വിഷയങ്ങൾ എന്താണ് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജോലി എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയും ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മാതാപിതാക്കൾ അധ്യാപകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോളേജുമായി ബന്ധപ്പെടണം എന്ന് തന്നെയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ അതുപോലെ മിക്ക കോളേജുകളും ഒരു മുഖാമുഖവും പരിപാടിയൊക്കെ പലപ്പോഴും നടത്താറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം നടത്താറുണ്ട്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വരുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അതുപോലെ തന്നെ പോസ്റ്ററിൽ കൂടെയൊക്കെ ആയിട്ടും ഈ ഫാക്കൽറ്റി അഡ്വൈസർമാരെയും നോഡൽ ഓഫീസർമാരുടെയും കോൺടാക്ട് നമ്പറുകൾ എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം സജീവമാണ്. അപ്പോൾ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ. അപ്പോൾ അതിനെ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തി ഇതിനെ ഏവർക്കും വളരെ സുപരിചിതമായൊരു സിസ്റ്റമാക്കി മാറ്റണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയിപ്പം ടീച്ചേഴ്സിലേക്ക് പോകണമെങ്കിൽ ഇപ്പം ടീച്ചേഴ്സിന്, അധ്യാപകർക്കൊക്കെ ഇപ്പോൾ ഒരു കോഴ്സ് കൊടുത്തു വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇനി അപ്കമിങ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വല്ലതും ഈ ഒരു 4 year UG പ്രോഗ്രാമിനെ സംബന്ധിച്ച് വരുത്തേണ്ടതായിട്ടുണ്ടോ, അതോ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം മതിയായിരിക്കും അധ്യാപകർ നിലവിലുള്ള ക്വാളിഫിക്കേഷൻസ് തന്നെ മതിയായിരിക്കും. നമ്മുടെ ആ ഒരു പ്രോഗ്രാം സ്ട്രക്ചറിലും മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. നിലവിലുള്ള അധ്യാപകരുടെ കാര്യമായിരിക്കും ചോദിച്ചല്ലേ. ഇനിയിപ്പം വരാൻ പോകുന്ന B.Ed ഒക്കെ പഠിച്ചിറങ്ങി നെറ്റ് കോഴ്സായിട്ട് നെറ്റ് പാസ്സായി ഇരിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അതിൻ്റെ നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷനും നെറ്റുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ നെറ്റ് ഓർ PhD എന്ന ക്വാളിഫിക്കേഷനിലാണ് കോളേജ് അധ്യാപനമാവാൻ യൂണിവേഴ്സിറ്റിക്ക് PhD വേണം. അപ്പോൾ ആ രീതിയിൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഒരു 1 year PG പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോളേജ് അധ്യാപകരാവാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് 4 year UG പ്ലസ് നെറ്റ് മതിയോ, അവിടെ ഒരു സംശയം വരുന്നുള്ളൂ. 4 year PGക്ക് ശേഷം 1 year PG പ്ലസ് നെറ്റ് മതിയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇപ്പം നിലവിൽ മനസ്സിലാക്കുന്നതിന് ഒരു മെത്തേഡ് അനുസരിച്ച് തീർച്ചയായിട്ടും 1 year PG പ്ലസ് നെറ്റ് അല്ലെങ്കിൽ PhD ആയിരിക്കും യോഗ്യതയായിട്ട് വരിക. പക്ഷേ അത് 4 year UG പ്ലസ് നെറ്റ് മതിയോ എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരാനുണ്ട്. അത് ഒരു ദേശീയ തലത്തിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം UGC ആണ് അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം 4 year UG പ്രോഗ്രാമിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പാക്കുന്നതിൽ എന്തൊക്കെ നടപടികളാണ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പം നമ്മൾ കുറേ കേട്ടു സ്റ്റുഡൻറ് സെൻട്രിക് ആണ്, കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കോഴ്സ്, അതാണ് നമ്മളിപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഒരു നടപടികൾ, ആ ഒരു ക്വാളിറ്റി ഉറപ്പാക്കുന്നത് എങ്ങനെയൊക്കെയാണ്?
ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കോഴ്സിൻ്റെ സിലബസാണ്. അപ്പോൾ 4 ഇയർ പ്രോഗ്രാമിൻ്റെ സിലബസുകൾ യൂണിവേഴ്സിറ്റികളും ഓട്ടോണമസ് കോളേജുകളൊക്കെ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന ഒരു ദീർഘമായ പ്രക്രിയയിലൂടെ ഏതാണ്ട് കോഴ്സ് സിലബസുകളിൽ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല യൂണിവേഴ്സിറ്റികളുടെയും സിലബസുകളൊക്കെ പബ്ലിഷ് ആയിക്കഴിഞ്ഞു, പലതിന് വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകരുടെയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെയും വലിയൊരു പ്രയത്നം ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ളൊരു റീസ്ട്രക്ചറിങ് ആണ് നടന്നത് സിലബസിൻ്റെ. അപ്പോൾ നിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു സിലബസ് നമ്മുടെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കോമ്പാറ്റബിൾ ആയിട്ടുള്ള നല്ലൊരു മികച്ചൊരു സിലബസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് നമ്മുടെ കേരളത്തിലുടനീളം നടന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകളുള്ള നല്ല ഒരു സിലബസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിലബസാണ് നിലവാരം ഉറപ്പാക്കാനുള്ള ഒന്നാമത്തെ ഒരു പടി എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് അധ്യാപകർക്കുള്ള ട്രെയിനിങ് ആണ്. ഈ അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകൾ യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ മൊത്തം മാറാൻ പോവുകയാണ്, ഇവാലുവേഷൻ പാറ്റേൺ മാറാൻ പോവുകയാണ്, അങ്ങനെയുള്ള കോഴ്സുകൾ പല കോഴ്സുകളാകാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അധ്യാപകർക്കും ഇതിനുള്ള ട്രെയിനിങ്ങുകളും മറ്റ് പരിശീലന പരിപാടികളും യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് വരും. കൂടുതൽ നല്ല രീതിയിലുള്ള ടെക്നോളജി ആവശ്യമാണ് ഈ കോഴ്സുകൾക്ക്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സിലബസ് ആയിക്കോട്ടെ, അധ്യാപകരുടെ ട്രെയിനിങ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അപ്പോൾ അതിന് നിലവാരം എല്ലാത്തിനും നല്ല നിലവാരം ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഒരു സിലബസ് ഡെലിവറി ചെയ്യുന്നു, ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാവുന്നു, കുട്ടി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, മാർക്ക് മേടിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ആ സിലബസിനെ നമ്മൾ കൺവേ ചെയ്യുന്നൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇക്കോസിസ്റ്റത്തും അത് ഓൾ ടുഗദർ എൻ്റെ പ്രോസസ്സിൽ വലിയ ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രോസസ്സ് ഇത് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, കുട്ടി എങ്ങനെ അത് പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, കുട്ടി അത് എങ്ങനെ ഓർത്തിരിക്കുന്നു, കുട്ടി അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നറിയപ്പെടുന്ന പ്രോസസ്സ് കുറച്ചും കൂടെ തീർച്ചയായിട്ടും ഈ സിലബസിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എലമെൻറ്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തുള്ള പ്രോസസ്സിനെ കുറച്ചും കൂടെ ലേണർ സെൻട്രിക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം. ലേണർ സെൻട്രിക് ആക്കിയിട്ടുണ്ട്, അത് എപ്രകാരം അത് കുട്ടിയിലേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു, കുട്ടി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, ബെനിഫിറ്റ് എടുക്കുന്നുണ്ടോ, പഠനം ടെൻഷൻ ഫ്രീ ആവുന്നുണ്ടോ, ആ പ്രോസസ്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ഒരു റിസൾട്ട്. വെയിറ്റ് ചെയ്യാം. ഇപ്പം സാറ് പറഞ്ഞു ലേണർ സെൻട്രിക് ആണ്, ടെൻഷൻ ഫ്രീ ആണ് കോഴ്സ് ഇനി ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരു ചെറിയൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ മെയിൻ ഗോൾ എന്തായിരിക്കും, എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, തുടർച്ചയായ ഒരു മെച്ചപ്പെടൽ തന്നെയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അധ്യാപകരുടെ ഭാഗത്തുനിന്നും സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നും ഉറപ്പായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എംപ്ലോയീസിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്. കാരണം ഇതൊരു സ്റ്റാറ്റിക് ആയിട്ട് വരുന്നൊരു പ്രോസസ്സല്ല. ഒന്നും ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാലഘട്ടത്തിനനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് നമ്മളിത് ഇവോൾവ് ചെയ്ത് മെച്ചപ്പെടുത്തി അനുയോജ്യമാക്കി കൊണ്ടുവരണം. അപ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏറ്റവും പ്രകടമായതും മാസീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതിനുള്ള ഒരു തുറന്ന് ശ്രമകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഒരു കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ നമ്മുടെ സമ്പ്രദായത്തെ, മനുഷ്യൻ്റെ ചിന്താഗതികളെ, തൊഴിലിടങ്ങളെ, തൊഴിലവസരങ്ങളെ, പഠന സമ്പ്രദായത്തെ, ഇപ്പോൾ നോളജ് എക്കോണമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അറിവിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യുക, മെച്ചപ്പെടുത്തുക, അതൊക്കെ കുട്ടി ആസ്വദിച്ച് പഠിക്കുമ്പോൾ, അധ്യാപകൻ ആസ്വദിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നോളജ് വളരെ ഓർഗാനിക്കായിട്ട് വീണ്ടും മെച്ചപ്പെടും, സൃഷ്ടിക്കപ്പെടും, പുനരാവിഷ്കരിക്കപ്പെടും എന്നൊരു വിശ്വാസമാണ് ഉള്ളത്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, ഈ 2 വാക്കുകൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 4 ഇയർ പ്രോഗ്രാമിൽ. അപ്പോൾ അത് കുട്ടികൾ പരമാവധി ഉപയോഗിക്കുക. ആ ഫ്ലെക്സിബിലിറ്റി, ഇത്രയും നാളും അവരൊരു റിജിഡ് സ്ട്രക്ചറിൽ നിന്നിരുന്നു. അവർക്ക് മൂവ് ചെയ്യാനും ഫ്ലെക്സിബിളായിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാനുമുള്ള ഒരു വലിയ അവസരം തുറന്നു കിട്ടുകയാണ്.
അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക, ആ അവസരങ്ങൾ വിനിയോഗിക്കുക. അതുവഴി ഹയർ എഡ്യൂക്കേഷൻ ഇതിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടാനുള്ള നൈപുണ്യം നമുക്ക് നേടിയെടുക്കുന്നതിനാണെങ്കിലുള്ള അവസരം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന അവസരം നമ്മൾ പരമാവധി വിനിയോഗിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ, കുട്ടിയാണ് ഇനി കോഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്. കുട്ടിയാണ് ഒരു കോഴ്സല്ല, കുട്ടിയാണ് ഒരു പ്രോഗ്രാം, അവൻ്റെ ഡിഗ്രി അവൻ സിന്തസൈസ് ചെയ്യുന്നത്. നേരത്തെ ഒരു കുട്ടി ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിഗ്രി ആയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇനി അങ്ങനെയല്ല, കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡിഗ്രി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു വലിയ അവസരം തുറന്നു കിട്ടുകയാണ്. അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പുതിയ റെസിപ്പി കുട്ടി കണ്ടെത്തുക, പ്രൊവൈഡഡ് ഈ റെസിപ്പിയെ കുറിച്ച് കുട്ടി അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് റെസിപ്പിയും ഡെവലപ്പ് ചെയ്തെടുക്കാം, പക്ഷേ റെസിപ്പി കുട്ടി അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര നാൾ ലോകത്ത് മുഴുവൻ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാസ്പോർട്ട്, വിസയാണ് വേണ്ടത്. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊന്നും അത്രമേൽ ഇൻ്റർനാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ പാസ്പോർട്ടിനും വിസയ്ക്കും പുറമെ കുട്ടിയുടെ 4 ഇയർ UG സർട്ടിഫിക്കറ്റും തീർച്ചയായിട്ടും ഒരു ആഗോള പൗരനാക്കി മാറ്റുന്നതിൽ, ഇൻ്റർനാഷണൽ സിറ്റിസനാക്കി മാറ്റുന്നതിൽ ഉപകാരപ്പെടും 2028 4 ഇയർ UG പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സ്റ്റുഡൻറ് സെൻട്രിക് പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കുട്ടിക്കാണ് ദ മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് അവരുടെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ് അവരുടെ അഭിരുചി കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും, പോളിഷ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. സോ സിസ്റ്റം മാറിയത് വെറുതെ അല്ല എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസിന് ഒരു ഓൾ ദ വെരി ബെസ്റ്റ് പറയുകയാണ് 4 ഇയർ UG പ്രോഗ്രാമിലേക്ക്. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ കാരണം ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഞങ്ങൾക്കും ഒരു ഡിവോഴ്സ് ആയിട്ട് വളരാനും നമുക്ക് ലേൺ ചെയ്യാനുള്ള ഒരു അവസരം. ഈ കൂടുതൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തെന്ന ഒരു പാറ്റേൺ അല്ലോ, പെട്ടെന്ന് മറ്റൊരു പാറ്റേൺ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പ് ആക്ച്വലി എടുത്തു ഈ ഒരു UG പ്രോഗ്രാമിലേക്ക് വേണ്ടി? നേരത്തെ ഞാൻ പറഞ്ഞ തയ്യാറെടുപ്പുകൾ, പൊതുവായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഇപ്പോൾ ഒരു ഓട്ടോണമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിലബസ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ വലിയ ഒരു നടപടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അധ്യാപകർ വളരെ കഠിനമായ പ്രയത്നത്തോടെ അത് ചെയ്തു. പിന്നെ രണ്ടാമത് അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകൾ, ഈ പല ടൈപ്പ് കോഴ്സുകളെ പറ്റിയും റെഗുലേഷൻസിനെ പറ്റിയുള്ള പരിശീലന പരിപാടികൾ നടന്നു. പിന്നെ സ്വാഭാവികമായിട്ടും കോഴ്സും രീതി മാറുകയാണ്. അപ്പോൾ രീതി മാറുമ്പോൾ അത് ട്രാൻസാക്ട് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അധ്യാപകർ. ഇനി ജൂലൈ 1 ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിലേക്കായിരിക്കും 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ വരുന്നതും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മളിതിനെ മെയ് മാസത്തിൽ ഏതാനും ആഴ്ചകളെങ്കിലും കോളേജ് അധ്യാപകർ അവധിക്കാലം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ 2024 മെയ് മാസത്തിലെ അവധിക്കാലം കിട്ടുമായിരുന്നുവെങ്കിൽ അത് പറയപ്പെടുന്നത് FAOGP കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് തീർച്ചയായിട്ടും 100% അധ്യാപകരും കോളേജ് അധ്യാപകരും കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇനി കോളേജിൽ തുടരുന്ന 2nd ഇയറും 3rd ഇയറും പഴയ സിസ്റ്റത്തിലുണ്ട്, പുതിയ സിസ്റ്റത്തിലെ കുട്ടികൾ വരുന്നു. 1ാം വർഷം അവസാനം മെച്ചമുണ്ടോ മെച്ചമല്ലേ ഒന്ന് നമുക്ക് ഇതേ വേദിയിൽ തന്നെ നമുക്ക് അടുത്ത വർഷം വീണ്ടും നമുക്ക് സമ്മതിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വിക്ക് ഇവാലുവേഷൻ നമുക്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ടീച്ചേഴ്സിനും അധ്യാപകർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒരു ബിഗ് ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തതിനെ പൊളിച്ചു മാറ്റി ഇനി ഒരു റീകൺസ്ട്രക്ഷൻ നടക്കാനായിട്ട് പോകണം അക്കാഡമിക് ഒരു ഫീൽഡിൽ. 5000 മീറ്റർ റേസിൽ ഒരു 500 മീറ്റർ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇനി നമുക്കെല്ലാം ഒന്നിച്ചോടാം. അതെ, ഇനി ഒരുമിച്ചോട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിളിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. 89.6 FM സർഗക്ഷേത്ര.